എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. അപ്പം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കാണുക. ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്റർ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് അല്ലേ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇലാസ്റ്റിസിറ്റി അല്ലെ, സ്ട്രെസ് സ്ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. ഹുക്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഹുക്സ് ലോ പഠിക്കാതെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വിട്ട് കളഞ്ഞേക്കൽ ഹുക്സ് ലോ കൃത്യമായിട്ടും പഠിച്ചോളുക. പിന്നെ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ ചോദിക്കുന്നതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കർവ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. കർവിലെ ഓരോ പോയിന്റുകളും ലൈനും ഓരോ പോയിന്റുകളൊക്കെ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഇലാസ്റ്റിസിറ്റി, ബ്രിട്ടിലിറ്റി, അങ്ങനെ ഡക്റ്റൈൽ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കവർ ചെയ്ത് പൊയ്ക്കോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തുള്ളത് പോയിസൺസ് റേഷ്യോ കേട്ടോ. പോയിസൺസ് റേഷ്യോ ഉണ്ട്. പിന്നെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ എന്ന് വെച്ചാൽ ചോദിച്ചാൽ നമ്മളൊന്ന് എഴുതാനൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. പ്രധാനമായിട്ട് ഹുക്സ് ലോ പഠിച്ചോളണം. പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ അത് പഠിക്കാതെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവില്ല. ആ രണ്ട് ഹുക്സ് ലോയും സ്ട്രെസ് സ്ട്രെയിൻ കർവും നിർബന്ധമായിട്ട് തന്നെ പഠിച്ചോളുക. പിന്നെയുള്ള നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് അല്ലേ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് ചാപ്റ്റർ. അതിൽ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അതും വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. പ്രഷറിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചോളുക. പിന്നെന്താണ് അതിൻ്റെ അകത്തുള്ളത്, ഗേജ് പ്രഷർ കേട്ടോ. പ്രഷർ അല്ലെങ്കിൽ ഗേജ് പ്രഷർ ഉണ്ട്, അത് പഠിക്കണം. പിന്നെ തന്നെ പാസ്കൽസ് ലോ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് പാസ്കൽസ് ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ്, പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ പഠിച്ചോളൂ. ആപ്ലിക്കേഷനിൽ വരുന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്കും ഒക്കെ കേട്ടോ. അതൊക്കെ നോക്കിക്കോളൂ. പിന്നെന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ, സ്റ്റഡി ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, അതൊക്കെ ഉണ്ടല്ലോ, അത് നോക്കിയോളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. എ വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലേ. എ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ള ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റൻ ആണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ് എ സെക്ഷനിൽ ചോദിക്കുന്നതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലേ. എന്താണ് പ്രഷർ അല്ലേ, പി പ്ലസ് ഹാഫ് rho v square plus rho gh is equal to constant. Sum of the pressure energy, kinetic energy and the potential energy per unit volume of a fluid in steady flow remains constant. That is the Bernoulli's theorem. And equation and derivation ഒക്കെ പഠിക്കണം. എഴുതി തന്നെ പഠിക്കട്ടോ. ഒന്ന് രണ്ട് തവണ നമ്മളൊന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും. ആ രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് ടോറിസെല്ലിസ് ലോ കേട്ടോ. ടോറിസെല്ലിസ് ലോ പഠിക്കാം. പിന്നെ മാഗ്നസ് എഫക്റ്റ്, ഇത് രണ്ടുമാണ് ഇപ്പോൾ നമുക്ക് സിലബസിലുള്ളത്. അപ്പം അത് പഠിച്ചോളൂ. ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം, മാഗ്നസ് എഫക്റ്റും ടോറിസെല്ലിസ് ലോയും കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, സ്റ്റോക്സ് ഫോർമുല കേട്ടോ. സ്റ്റോക്സ് ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റോക്സ് ഫോർമുല, ടെർമിനൽ വെലോസിറ്റി കേട്ടോ. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നോക്കിക്കോളുക. പിന്നെ എന്താണ് സർഫസ് എനർജി, സർഫസ് ടെൻഷന്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്, അതൊക്കെ ചോദിക്കാറുണ്ട് 2 മാർക്സിൻ്റെ ഒക്കെ ആയിട്ട്. പിന്നെ ഒരു എസ് എ ടൈപ്പ് ചോദിച്ചു കാണുന്നതാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ് ആൻഡ് ബബിൾ കേട്ടോ. എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ്, അത് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ തന്നെ ബബിളിൻ്റെ ഡ്രോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബബിൾ എഴുതുന്നത്. പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു 2s ഡിവൈഡ് ബൈ ആർ എന്നൊരു റിലേഷൻ ഉണ്ട്. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്, അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചോളൂ. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കാപ്പിലറി റൈസ്, എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ് കേട്ടോ. അതും പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഇത് നല്ല കൂടുതലായിട്ടും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടെ നിങ്ങൾ പഠിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ദാറ്റ് ഈസ് എ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം ഒരു മനസ്സിലാക്കേണ്ട റിലേഷൻ ഉണ്ട്. റിലേഷൻ കണക്ടിങ് കെൽവിൻ ആൻഡ് സെൽഷ്യസ് ടെമ്പറേച്ചർ. സെൽഷ്യസ് ടെമ്പറേച്ചറും കെൽവിനും തമ്മിലുള്ള റിലേഷൻ ദാറ്റ് ഈസ് T is equal to TC plus 273.15 ആണ് ദ റിലേഷൻ. അതുപോലെ തന്നെ റിലേഷൻ കണക്ടിങ് സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ട്. അതും കൂടെ ഓർത്തിരിക്കട്ടോ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. റിലേഷൻ കണക്ടിങ് സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് TF minus 32 divided by 180 is equal to TC divided by 100. അതാണ് റിലേഷൻ കണക്ടിങ് സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ്.
ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് തെർമൽ എക്സ്പാൻഷൻ ആണ്. തെർമൽ എക്സ്പാൻഷൻ 3 തരത്തിലുള്ള എക്സ്പാൻഷൻ ആണുള്ളത്. ദാറ്റ് ഇസ് എ ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. അത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ആൽഫ എൽ ലീനിയർ ആണ്, ആൽഫ എ ഏരിയ ആണ്, ആൽഫ വി എന്ന് വെച്ചാൽ വോളിയം ആണ്. അപ്പം അത് തമ്മിലുള്ള റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി എന്ന് പറഞ്ഞിരിക്കുന്നത് 1:2:3 ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ, 1:2:3 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് വാട്ടർ എക്സ്പാൻഡ്സ് ഓൺ കൂളിംഗ് ഫ്രം 4 degrees Celsius to 0 degrees Celsius. So water has minimum volume and maximum density at 4 degrees Celsius. അതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വാട്ടറിന്റെ ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ബിഹേവിയർ മൂലമാണ് ലേക്കിലും പോൺസിലും ഒക്കെ ആദ്യമേ ടോപ്പ് ഭാഗം ആദ്യമേ ഫ്രീസ് ചെയ്യാൻ കാരണം. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഡ്യൂ ടു അനോമലസ് എക്സ്പാൻഷൻ ആണ് വാട്ടർ ഹാസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 degrees Celsius. അതാണ് നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ഹാസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി കേട്ടോ, മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 degrees Celsius. 4 degrees Celsius മിനിമം വോളിയം ആണ്, പക്ഷെ അതിന്റെ ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. ദാറ്റ് ബിഹേവിയർ ഈസ് നോൺ ആസ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. പിന്നെ നമുക്ക് നോക്കാനുള്ള ഹീറ്റ് കപ്പാസിറ്റി ആണ്, സ്പെസിഫിക് കപ്പാസിറ്റി. അതുപോലെ തന്നെ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ഉണ്ട്. മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്. അതാണ് CPയും CV എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്, മേയേഴ്സ് റിലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. CPയും CVയും തമ്മിലുള്ള റിലേഷൻ, മേയേഴ്സ് റിലേഷൻ ആണ് പറഞ്ഞത്. CP ഗ്രേറ്റർ ദാൻ CV എന്നുണ്ട് കേട്ടോ. CP ഗ്രേറ്റർ ദാൻ CV, അത് നിങ്ങളൊന്ന് ഓർത്തിരുന്നോ കേട്ടോ. അതായത് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം. അതുപോലെ തന്നെ വാട്ടറിന്റെ ഒരു എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈ ആണത്, 4186 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ്. അതുകൊണ്ടാണ് വാട്ടർ നമ്മൾ കൂളന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റ് സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു സോളിഡ്, ലിക്വിഡ് ടു ഗ്യാസ്, ഗ്യാസ് ടു ലിക്വിഡ്, സോളിഡ് ടു ഗ്യാസ്, അങ്ങനെ ഓരോരോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പം അതിലൊരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് സ്റ്റേറ്റ് ആകാതെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുന്ന ദാറ്റ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് എ സബ്ലിമേഷൻ. ദ ചേഞ്ച് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയും കേട്ടോ. കൃത്യമായിട്ട് ഓർക്കണം, സോളിഡ് ഗ്യാസിലേക്ക് മാറുന്നു വിത്തൗട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരാതെ. അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മൾ ഡ്രൈ ഐസ് അല്ലെങ്കിൽ അയോഡിൻ ക്യാംഫർ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ സബ്ലിമേഷൻ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്, അത് ഓർത്തോളുക. പിന്നെ അതിനകത്ത് പഠിക്കാനുള്ളത് എന്താണ് ലേറ്റന്റ് ഹീറ്റ് കേട്ടോ. ലേറ്റന്റ് ഹീറ്റ് പഠിക്കാനുണ്ട് കേട്ടോ. ലേറ്റന്റ് ഹീറ്റ് 2 തരത്തിലുള്ള ലേറ്റന്റ് ഹീറ്റ് ഉണ്ട്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഇത് രണ്ടും ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ അതിനകത്തുള്ള മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കേട്ടോ. 3 തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ കേട്ടോ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അങ്ങനെ 3 തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണുള്ളത് കേട്ടോ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. മനസ്സിലായല്ലേ? ഈ ലാൻഡ് ബ്രീസ് കേട്ടോ, ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ ഉണ്ടല്ലോ, അതുണ്ടാവാൻ കാരണം എന്താണ്? കൺവെക്ഷൻ ആണ് കേട്ടോ. ലാൻഡ് ബ്രീസും അതുപോലെ തന്നെ സീ ബ്രീസ് ഇതൊക്കെ ഉണ്ടാകാൻ കാരണം കൺവെക്ഷൻ ആണ്. അതുപോലെ തന്നെ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എർത്തിലേക്ക് വരാൻ കാരണം എന്താണ്? റേഡിയേഷൻ ആണ് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടാകാൻ കാരണം കൺവെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഹീറ്റ് ഫ്രം സൺ റീച്ചസ് എർത്ത് ബൈ റേഡിയേഷൻ, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? പിന്നെ അതിൻ്റെ അകത്തുള്ളത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് ആണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് കൂളിംഗ് ആണ്. ഇക്വേഷൻ ഓർത്തിരിക്കുക, -dq/dt k × T2 - T1 ആണ് കേട്ടോ. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓഫ് എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഉള്ളത് തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ. തെർമോഡൈനാമിക്സ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ 3 ലോസ് ഉണ്ട്. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ കേട്ടോ. അത് 3 ലോസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളൂ. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. പിന്നെയുള്ള സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് രണ്ടും പഠിച്ചോളൂ. പിന്നെയുള്ള ഇന്റേണൽ എനർജി ആൻഡ് ഹീറ്റ് ആണ്. അപ്പൊ അതും കാര്യങ്ങൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നോളൂ കേട്ടോ.
പിന്നെയുള്ളത് നമ്മുടെ മേയേഴ്സ് റിലേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞാണ്. അതുപോലെ തന്നെ സി പി ഇസ് ഗ്രേറ്റർ ദാൻ സി ബി, അതിന്റെ റീസൺസ് ഒക്കെ നമ്മൾ പറഞ്ഞാണ് കേട്ടോ. അപ്പം സി പി ഇസ് ഗ്രേറ്റർ ദാൻ സി ബി റീസൺ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ കോൺസ്റ്റന്റ് വോളിയം. അതുപോലെ തന്നെ സി പി മൈനസ് സി ബി എന്ന് ഞാൻ ദാറ്റ് റിലേഷൻ ഈസ് നോൺ ആസ് എ മേയേഴ്സ് റിലേഷൻ ആണ്. സി പി മൈനസ് സി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് എ മേയേഴ്സ് റിലേഷൻ ആണ്. അത് ഓർത്തിരിക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പ്രോസസ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് പ്രോസസ് ഉണ്ട്. ക്വാസിസ്റ്റേറ്റീവ് പ്രോസസ്സ്, ഐസോതെർമൽ പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ് ആണ്. അപ്പൊ അത് ഓരോന്നും എന്താന്നൊക്കെ മനസ്സിലാക്കിയിരിക്കട്ടെ. അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഐസോതെർമലും അഡിയബാറ്റിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കുന്നു ഐസോതെർമൽ പ്രോസസ്സിന്റെയും അഡിയബാറ്റിക് പ്രോസസ്സിന്റെയും വർക്ക് ഡൺ ആണ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത് കേട്ടോ. ഐസോതെർമൽ പ്രോസസ്സിന്റെയും അഡിയബാറ്റിക് പ്രോസസ്സിന്റെയും വർക്ക് ഡൺ ആണ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത്. അപ്പം അത് പ്രൂഫായിട്ട് എഴുതുക, അല്ലെങ്കിൽ അതിന്റെ വർക്ക് ഡൺ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്സ് അത് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഉള്ള നമ്മുടെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഇക്വേഷനൊക്കെ ഓർത്തിരിക്കട്ടെ. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷനൊക്കെ ഓർത്തിരിക്കുക, അത് എഴുതി തന്നെ പഠിക്കട്ടെ. പിന്നെ കാർനോട്ട് എഞ്ചിനും അതിന്റെ തീരമാണ്. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുമ്പോൾ കാർനോട്ട് സൈക്കിൾ ഉണ്ടല്ലോ, ആ ഗ്രാഫ്, സൈക്കിളിന്റെ ഗ്രാഫ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം അതിൽ ആ കാർനോട്ട് സൈക്കിൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഏതൊക്കെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ, ഇങ്ങനെയുള്ള പ്രോസസ്സുകളാണ് അവിടെയുള്ളത്. പിന്നെ അതിന്റെ എഫിഷ്യൻസി ഇക്വേഷൻ ഓർത്തിരുന്നതുകൊണ്ട് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് കേട്ടോ. അതായത് കാർനോട്ട് തിയറം അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. പിന്നെ കൈനറ്റിക് തിയറി ആണ്. കൈനറ്റിക് തിയറിയിൽ കൃത്യമായിട്ടും പഠിക്കാനുള്ളത് പോസ്റ്റ്ലേറ്റ്സ് ആണ് കേട്ടോ. പോസ്റ്റ്ലേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു 4 പോസ്റ്റ്ലേറ്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. കൃത്യമായിട്ട് 4 പോസ്റ്റ്ലേറ്റ്സ് എന്തായാലും എഴുതിയിരിക്കണം. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 എണ്ണം മിനിമം നിങ്ങൾ എഴുതിയിരിക്കുക. പിന്നെ ഉള്ളത് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ P is equal to 1/3 nm V/bar square, അത് ഡിറൈവ് ചെയ്യാനും പഠിച്ചിരിക്കുക കേട്ടോ. ഡിറൈവ് ചെയ്യാനും പഠിച്ചിരിക്കുക, ഇക്വേഷൻ ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ RMS വെലോസിറ്റി ഇക്വേഷൻ, അല്ലെങ്കിൽ എന്താണ് RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ, അതിന്റെ ഇക്വേഷൻ ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി കേട്ടോ, അതും അതിന്റെ റിലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പോസ്റ്റ്ലേറ്റ്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിലെ പോസ്റ്റ്ലേറ്റ്സ് ആണ് സ്ഥിരം ചോദിച്ചു കാണുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓസിലേഷൻ ആണ് കേട്ടോ. ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പഠിക്കേണ്ടത് എന്താണ്? സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണ്. SHM സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അതിന്റെ വെലോസിറ്റി, അതുപോലെ തന്നെ ആക്സിലറേഷൻ, എനർജി, ഇതിന്റെ ഒക്കെ എക്സ്പ്രഷൻസ് ഓർത്തിരിക്കുക കേട്ടോ. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. അതുപോലെ SHM എക്സ്പ്രഷൻ ഉണ്ടല്ലോ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സ്പ്രഷൻ ഉണ്ട്. x(t) = a cos ωt + y എന്നാണ് ഇക്വേഷൻ. അതുപോലെ തന്നെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്, ആക്സിലേഷന്റെ ഇക്വേഷൻ ഉണ്ട്, എനർജിയുടെ ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഓർത്തോളൂ, v is equal to omega into root of a square minus x square. അപ്പോൾ ആക്സിലേഷൻ a is equal to minus omega square x കേട്ടോ. അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, ദെൻ ടോട്ടൽ എനർജി കേട്ടോ. ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി, ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എനർജീസിന്റെ ഇക്വേഷൻസ് കേട്ടോ, അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചോളുക. പിന്നെ അതിനകത്ത് പഠിക്കാനുള്ളത് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്പ്രിങ്. സ്പ്രിങ്ങിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ കാണാൻ T is equal to 2.√m/k എന്നാണ്. അതിന്റെ ഡെറിവേഷൻ ജസ്റ്റ് സിമ്പിൾ ആണ്, അത് നിങ്ങൾ പഠിച്ചു തന്നെയാണ്, എങ്കിലും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പൊക്കോളുക. പിന്നെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ ഓസിലേഷനിൽ. നിങ്ങൾ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചാൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്യുക. പ്രത്യേകം ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം. ഓസിലേഷൻ ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ ഫിഗർ ഒക്കെ വരച്ചിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. പക്ഷെ ഡയമെൻഷൻ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചിരിക്കുന്നെങ്കിൽ ഡയമെൻഷൻസ് ഉപയോഗിച്ച് നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ റിലേഷൻ എഴുതുക കേട്ടോ. പിന്നെയുള്ള ചോദിക്കുന്നത് സെക്കൻഡ് പെൻഡുലം ആണ് കേട്ടോ. സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ പെൻഡുലം വിത്ത് പീരീഡ് 2 സെക്കൻഡ്, ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിന് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് പെൻഡുലം. ഓർത്തോളൂ കേട്ടോ, ടൈം പീരീഡ് 2 സെക്കൻഡ്. ഇതിന്റെ സപ്പാർട്ടായിട്ടൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് വേവ്സ് ആണ് കേട്ടോ. വേവ്സ് ആണ്. ഇതും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതും നമ്മൾ പഠിച്ചു തന്നെ പോകും കേട്ടോ. അപ്പൊ വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെലോസിറ്റി, ഫ്രീക്വൻസി, വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ പഠിക്കാനുള്ളത് പ്രോഗ്രസീവ് വേവ് ആണ് കേട്ടോ. പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ്. അപ്പം പോസിറ്റീവ് എക്സ് ഡയറക്ഷനും നെഗറ്റീവ് എക്സ് ഡയറക്ഷനുള്ള റിലേഷൻ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്താണ് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്, അതും പഠിച്ചിരിക്കുക. സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് ഉണ്ട്. ട്രാവലിംഗ് വേവ് ആണ് സ്ട്രെച്ചർ സ്ട്രിങ്, അപ്പം ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ ഇത് വെച്ചിട്ട് ഈ പ്രോഗ്രസീവ് വേവിന്റെ വെച്ചിട്ട് പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ പ്രോബ്ലം ഒക്കെ. പിന്നെയുള്ളത് ന്യൂട്ടൺസ് ഫോർമുലയാണ്. ന്യൂട്ടൺസ് ഫോർമുല ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. പിന്നെ ലാപ്ലേസ് അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ആ ന്യൂട്ടൺസ് ലാപ്ലേസ് ഫോർമുല കേട്ടോ. അതൊക്കെ ചോദിക്കും. ന്യൂട്ടൺസ് ലാപ്ലേസ് ഫോർമുല മിക്കപ്പോഴും ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ആ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ ഇരിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് സ്റ്റാൻഡിംഗ് വേവ്സ് ആണ് കേട്ടോ. സ്റ്റാൻഡിംഗ് വേവ്സിന്റെ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. എന്താണ് ഇക്വേഷൻ, സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. y 2a sin kx × cos ωt ആണ്. പിന്നെ സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോഡും ഉണ്ട് ആന്റി നോഡും ഉണ്ട്. അപ്പൊ ഈ നോഡിന്റെയും ആന്റി നോഡിന്റെയും കണ്ടീഷൻസ് ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് നോഡ് അല്ലെങ്കിൽ ആന്റി നോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ സ്റ്റാൻഡിംഗ് വേവ്സിന്. പിന്നെ എക്സ്പ്രഷൻ ഫോർ സ്റ്റാൻഡിംഗ് വേവ് അതൊന്നും മനസ്സിലാക്കി തന്നെ ഇരിക്കുക. പിന്നെയുള്ള ഡിഫറെന്റ് മോഡ്സ് ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഓരോ സ്ട്രെച്ചർ സ്ട്രിങ്ങില്, പിന്നെ ക്ലോസ്ഡ് പൈപ്പില്, അതുപോലെ തന്നെ ഓപ്പൺ പൈപ്പില് മോഡ്സ് ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം സ്ട്രെച്ചർ സ്ട്രിങ്ങിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക് ഉണ്ട്. അതായത് എല്ലാ ഹാർമോണിക്സും അവിടെ ഉണ്ട്. അതായത് 1:2:3 എന്നാണ് ഒരു സ്ട്രെച്ചർ സ്ട്രിങ്ങിന്റെ കേസിൽ വന്നിരിക്കുന്നത്. അതേസമയം ഒരു ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ അവിടുത്തെ എങ്ങനെയാണ്, ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് 1:3:5 ആണ് അതിന്റെ റേഷ്യോ. ഇനി ഓപ്പൺ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഹാർമോണിക്സും ഉണ്ട്. അത് 1:2:3. ആ പ്രത്യേകത, ആ റേഷ്യോ നിങ്ങൾ ഓർത്തിരിക്കും കേട്ടോ. അത് ചോദിക്കാറുണ്ട് കേട്ടോ ഹാർമോണിക്സ് ഏതൊക്കെയാന്നുള്ളത്. പിന്നെ എന്താണ് പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾ ഹാർമോണിക്സ് അവിടെ ഉണ്ട്. സ്ട്രെച്ചർ സ്ട്രിങ്ങിൽ ക്ലോസ്ഡ് പൈപ്പിലാണെങ്കിൽ ഓഡ് ഹാർമോണിക്സ് ആണ്, മറ്റേലാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പൈപ്പിലാണെങ്കിൽ ഓൾ ഹാർമോണിക്സ് ആർ പോസിബിൾ ഇൻ ആൻ ഓപ്പൺ പൈപ്പ്. സോ ഓപ്പൺ പൈപ്പ്സ് ആർ പ്രിഫേർഡ് ഓവർ ക്ലോസ്ഡ് പൈപ്പ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ എന്തുകൊണ്ടാണ് ഓപ്പൺ പൈപ്പ്സ് ഉപയോഗിക്കാൻ കാരണം? ഓൾ ഹാർമോണിക്സ് ആർ പോസിബിൾ ആണ്, എല്ലാ ഹാർമോണിക്സോടെ പോസിബിൾ ആയതുകൊണ്ടാണ് ക്ലോസ്ഡ് പൈപ്പിനേക്കാളും ഓപ്പൺ പൈപ്പ് ആണ് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് കേട്ടോ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അത് ഓർത്തിരിക്കുക. പിന്നെയുള്ള ബീഡ്സ് ആണ് കേട്ടോ. എന്താണ് ബീഡ്സ് എന്നൊക്കെ ഓർത്തിരിക്കുക. എന്താണ് വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് സൗണ്ട് ഇന്റൻസിറ്റി വെൻ ടു വേവ്സ് ഓഫ് നിയർലി സെയിം frequencies and amplitude traveling in the same direction are superimposed അല്ല superposed and is called beats എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ മെയിൻ പോയിന്റ്സുകളെല്ലാം, ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സുകളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കും, ഷുവറായിട്ട് പഠിച്ചിരിക്കുന്നു ഉറപ്പ് വരുത്തുക കേട്ടോ. ആരെങ്കിലും പഠിച്ചിട്ടില്ല എങ്കിൽ ഇതും കൂടെ ഒന്ന് കവർ ചെയ്ത് പോവുക കേട്ടോ.